ദാനിയേലിന്റെ പുസ്തകം 7:13. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ വന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രോഫസിയാണ്. ഇതാണ് ഉദ്ധരിക്കുന്നത് ആകാശമേഘങ്ങളിൽ വരുന്നു എന്ന് പറയുന്നത്. അതായത് രാത്രി ദർശനങ്ങളിൽ ദാനിയേൽ കണ്ട വിഷനാണ്. രാത്രിയിൽ നോക്കിയപ്പോൾ ആകാശമേഘങ്ങളിലൂടെ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ വരുന്നത് കണ്ടു. ഇത്രയും മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അടുത്ത സെന്റൻസ് കൂടെ വായിക്കുമ്പോഴാണ് ക്ലിയർ. അദ്ദേഹം പുരാതനനായവന്റെ അടുക്കൽ ചെന്നു. എങ്ങോട്ട് വരുന്നതാ കണ്ടത്? പുരാതനായൻ, വയോധികൻ എന്ന് എഴുതിയേക്കുന്നത് വയസ്സിന്റെ അടുത്ത് ചെന്നു എന്നല്ല. മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷന്റെ കുഴപ്പമാണ്. പുരാതനനായ ദൈവം, ശാശ്വത ദൈവം, അതായത് പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് ആകാശമേഘങ്ങളിൽ വരുന്നത് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കല്ല, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നത് കണ്ടു. അതായത് യേശുവിന്റെ സ്വർഗാരോഹണം. യേശുവിന്റെ സ്വർഗാരോഹണമാണ് ഇവിടെ ദർശനമായിട്ട് വരുന്നത്. ആകാശമേഘങ്ങളിൽ വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടല്ല എഴുതിയിട്ടുണ്ട്. അവൻ എങ്ങോട്ടാ വന്നതെന്ന് എഴുതിയിട്ടുണ്ട്. പുരാതനനായവന്റെ അടുക്കലേക്ക് വന്നു. പുരാതനനായവൻ പിതാവിന്റെ അടുക്കലേക്ക് വന്നു. പിതാവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ചേ. സകല രാഷ്ട്രങ്ങളും, ഓൾ നേഷൻസ്, ജാതികളും, സകല ജനതകളും, സകല ഭാഷക്കാരും അദ്ദേഹത്തെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അദ്ദേഹത്തിന്റെ രാജ്യം നശിച്ചു പോകാത്തതുമാകുന്നു. ആമേൻ. There shall be no end to the increase of his government and peace. ആരെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? യേശുവിനെ കുറിച്ചാ. അപ്പം യേശു രാജ്യത്വം സ്ഥാപിക്കുന്നത് ഇനി ഭാവിയിലല്ല, ഇൻ ഫ്യൂച്ചറിലല്ല. ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്.